നമസ്കാരം. പ്രധാന വാർത്തകൾ. ഒറ്റപ്പാലത്ത് ശിവസേന ജില്ലാ സെക്രട്ടറിയെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ. കാരമ്പാറ സ്വദേശി ഫൈസലാണ് അറസ്റ്റിലായത്. അക്രമത്തിന് പിന്നിൽ വ്യക്തിപരമായ പ്രശ്നങ്ങളെന്ന് പോലീസ്. മുതുകിലും വാരിയെല്ലിനും കുത്തേറ്റ വിവേക് ചികിത്സയിൽ. മണ്ണാർക്കാട് തെങ്കരയിൽ വൻ കഞ്ചാവ് വേട്ട. വീട്ടിൽ സൂക്ഷിച്ച 6.5 കിലോ കഞ്ചാവ് പോലീസ് പിടികൂടി. വീട്ടുടമയായ സ്ത്രീ അറസ്റ്റിൽ. ശ്രീകൃഷ്ണപുരത്ത് ലഹരിമരുന്നായ മെത്താഫിറ്റമിനുമായി യുവാവ് പോലീസ് പിടികൂടി. ഒറ്റപ്പാലം ലക്കിടി കൂട്ടുപാതയിൽ ജീപ്പും സ്കൂട്ടറും കൂട്ടിയിടിച്ച് കോളേജ് അധ്യാപകൻ മരിച്ചു. നെഹ്റു കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ അക്ഷയ് ആർ മേനോനാണ് മരിച്ചത്. പെരിന്തൽമണ്ണ നഗരത്തിൽ തകർന്നു കിടക്കുന്ന മാനത്തുമംഗലം ബൈപ്പാസ് ജംഗ്ഷൻ താൽക്കാലികമായി ഗതാഗത യോഗ്യമാക്കും. തീരുമാനം സംസ്ഥാന പാതയുടെ ഭാഗമായുള്ള പ്രവൃത്തി സ്തംഭിച്ചതോടെ. പ്രവൃത്തികൾ അടുത്ത ദിവസം തന്നെ ആരംഭിക്കുമെന്ന് KSTP അധികൃതർ. ഭവനരഹിതരില്ലാത്ത ബ്ലോക്ക് പഞ്ചായത്ത് പ്രഖ്യാപനവുമായി പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പുതിയ ബജറ്റ്. ആരോഗ്യമേഖലയ്ക്കും ബജറ്റിൽ ഊന്നൽ. 36.97 കോടിയുടേതാണ് പുതിയ ബജറ്റ്. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ വിവിധ പദ്ധതികളുമായി ബന്ധപ്പെട്ട് അഴിമതി ആരോപണവുമായി കോൺഗ്രസ്. പഞ്ചായത്തിൽ തന്നിഷ്ടപ്രകാരമുള്ള ഭരണമെന്ന നേതാവ്. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്നും യാതൊരു തെളിവുകളുമില്ലാത്ത ആരോപണങ്ങൾ പരിഹാസ്യമെന്നും വൈസ് പ്രസിഡന്റ്. വിശദമായ വാർത്തകൾ നോക്കാം. ഈസ്റ്റ് ഒറ്റപ്പാലത്ത് ശിവസേന ജില്ലാ സെക്രട്ടറിയെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ. കയറമ്പാറ സ്വദേശി ഫൈസലാണ് അറസ്റ്റിലായത്. വീക്ന സ്വദേശി വിവേകിനാണ് കഴിഞ്ഞ ദിവസം കുത്തേറ്റത്. ചിനക്കത്തൂർ പൂരത്തിന് ഫൈസലിന്റെ പിതാവിനെ വിവേക് മർദ്ദിച്ചതിലുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിൽ കലാശിച്ചതെന്ന് പോലീസ് പറഞ്ഞു. കയറമ്പാറ താനിക്കപ്പടി മുഹമ്മദ് ഫൈസലാണ് കേസിൽ അറസ്റ്റിലായത്. തിങ്കളാഴ്ച രാത്രി 7ഓടെ ഈസ്റ്റ് ഒറ്റപ്പാലത്ത് വെച്ചാണ് ആക്രമണം ഉണ്ടായത്. വിവേകിനെ ബൈക്കിൽ പിന്തുടർന്ന് വന്ന ഫൈസൽ ഈസ്റ്റ് ഒറ്റപ്പാലം ചുനങ്ങാട് റോഡ് കവലയിൽ വെച്ച് വാഹനം കുറുകെയിട്ട് വിഷയം ചോദ്യം ചെയ്യുകയും ഇത് തർക്കത്തിൽ കലാശിക്കുകയും ഫൈസൽ കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് വിവേകിനെ കുത്തുകയാണ് ഉണ്ടായതെന്ന് പോലീസ് പറഞ്ഞു. മുതുകിലും വാരിയെല്ലിനും കുത്തേറ്റ വിവേക് കണ്ണിയമ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവസ്ഥലത്ത് ഫോറൻസിക് വിദഗ്ധരും വിരലടയാള വിദഗ്ധരും പരിശോധന നടത്തി. ഒറ്റപ്പാലം ലക്കിടി കൂട്ടുപാതയിൽ ജീപ്പും സ്കൂട്ടറും കൂട്ടിയിടിച്ച് കോളേജ് അധ്യാപകൻ മരിച്ചു. നെഹ്റു കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറായിരുന്ന അക്ഷയ് ആർ മേനോനാണ് മരിച്ചത്. ചൊവ്വാഴ്ച രാവിലെ 8:45ഓടെയാണ് അപകടം നടന്നത്. പാലക്കാട് ഭാഗത്തു നിന്നും വന്ന സ്കൂട്ടറും എതിർദിശയിൽ നിന്നും വന്ന ജീപ്പും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ തലയ്ക്ക് സാരമായി പരിക്കേറ്റ അക്ഷയിനെ കണ്ണിയമ്പുറത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. സ്കൂട്ടർ യാത്രക്കാരനായ പാലക്കാട് സ്വദേശി അക്ഷയ് ആർ മേനോനാണ് മരിച്ചത്. ലക്കിടി നെഹ്റു കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ് അക്ഷയ്. മണ്ണാർക്കാട് തെങ്കര ചിറപ്പാടത്തെ വീട്ടിൽ ചില്ലറ വിൽപ്പനയ്ക്കായി എത്തിച്ച 6.5 കിലോ കഞ്ചാവ് പിടികൂടി മണ്ണാർക്കാട് പോലീസ്. സംഭവത്തിൽ വീട്ടുടമ വടക്കേപ്പുറം വീട്ടിൽ ഭാനുമതിയെ അറസ്റ്റ് ചെയ്തു. പോലീസ് എത്തിയപ്പോൾ ഇറങ്ങി ഓടിയെങ്കിലും 2 കിലോമീറ്റർ ചുറ്റളവിൽ നിന്ന് പോലീസ് ഭാനുമതിയെ പിടികൂടി. തെങ്കര പ്രദേശങ്ങളിൽ കഞ്ചാവിന്റെ ചില്ലറ വിൽപ്പനക്കാരെ പിടികൂടി ചോദ്യം ചെയ്തപ്പോഴാണ് ഇവർ കഞ്ചാവ് വാങ്ങുന്നത് ഭാനുമതിയിൽ നിന്നാണെന്ന് പോലീസിന് വിവരം കിട്ടുന്നത്. ഇതേ തുടർന്നായിരുന്നു റെയ്ഡ്. ചൊവ്വാഴ്ച രാവിലെ റെയ്ഡിനെത്തിയ പോലീസിനെ കണ്ടതോടെ ഭാനുമതി വീടിനു പുറകിലെ തോട്ടത്തിലൂടെ ഓടി രക്ഷപ്പെട്ടു. വീട്ടിൽ ഭാനുമതിയും 25-കാരിയായ മകളും മാത്രമാണ് താമസം. റെയ്ഡിൽ മുറിയിൽ നിന്ന് 3 ബക്കറ്റുകളിലായി സൂക്ഷിച്ച 6 കിലോ 350 ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തു. മണ്ണാർക്കാട് SI ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം നടത്തിയ തിരച്ചിലിൽ 2 കിലോമീറ്റർ മാറി കനാലിന് സമീപം മാവിൻചുവട്ടിൽ നിന്ന് ഭാനുമതിയെ കസ്റ്റഡിയിലെടുത്തു. ഇതിനിടെ ശാരീരിക അസ്വസ്ഥത പ്രകടിപ്പിച്ച മകളെ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
ഭാനുമതിയെ മുൻപും നിരവധി തവണ സമാന വിഷയത്തിൽ മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 25 വർഷമായി ഈ പ്രദേശത്തെ കഞ്ചാവ് വിൽപ്പന കൊണ്ട് പൊറുതിമുട്ടിയതായി പ്രദേശവാസിയായ ചന്ദ്രിക പറഞ്ഞു. 25 വർഷമായി തുടങ്ങിയിട്ട് ഞങ്ങൾക്ക് ശല്യം എന്ന് പറഞ്ഞാൽ ഈ ചെറിയ കുട്ടികൾ, ഞങ്ങളുടെ പേരക്കുട്ടികൾ നാളെ വലുതാവണോ, ആ കുട്ടികൾ ഇങ്ങനെ ദോഷമായിട്ട് പോകുമ്പോൾ എത്ര കുട്ടികൾ വരുന്നു? ഒരു ദിവസം ഒരു 25 കുട്ടികളെങ്കിലും വരും വാങ്ങിക്കാൻ. അത് നിർത്തണം. അത് പിന്നല്ലേ കാരണം ഇത് നിർത്തണം പടേ. അതന്നെയാണ് ഞങ്ങളുടെ ആവശ്യം. ഞങ്ങൾ ആദ്യം പോലീസ് വന്ന് പിടിക്കും, പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോഴേക്കും ഇവിടെ എത്തിയിട്ടുണ്ടാവും ആൾക്കാർ. അപ്പം അത് പറ്റില്ലല്ലോ, പോലീസിന് എന്തോരം ഒന്നില്ലേ. അപ്പൊ ഇനി വിടുകയാണ്, ഇനി കൊണ്ടുപോവുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു തീരുമാനം, അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ കൂടും, എല്ലാവരും കൂടും. എന്തായാലും നമ്മുടെ മക്കളല്ല, നമുക്ക് ചെറിയ 2 കുട്ടികൾ, അവരും വലുതാവുമ്പോ തന്നെയല്ലേ എത്രയോ കുട്ടികൾ മോശമാവണം. ഇവരൊന്നും നടപടി എടുക്കാതെ വിട്ടെങ്കിൽ ഞങ്ങൾ അതിന് കുടുംബശ്രീ ആയാലും അയാൾക്ക് എല്ലാവരും ഞങ്ങൾ കൂടും, ഉറപ്പാണ്. നിർത്തിക്കും ഞങ്ങൾ. ഇനി പോലീസിന്റെ അടുത്തുനിന്ന് ഒരു മറുപടി ഞങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ജനങ്ങൾ ഇറങ്ങും. വായിച്ചിട്ടുണ്ട്. ഇനി ആർക്കാ ഈ സമ്പാദിക്കുന്നത്? ഒറ്റ മകളേ ഉള്ളൂ, കോടികളുണ്ട് ആസ്തി, പിന്നെ എന്തിനാ ഈ സമ്പാദിക്കണത്? നമുക്ക് ദിവസം അന്നം മതിയില്ലേ? അതിനെ കെട്ടിച്ചു വിട്ടപ്പോൾ എന്തിനാ ഈ പണം വിളിക്കുക? എന്തിനാ? അപ്പൊ എന്തിനാ ഈ പണം? അത് ശരിക്കും ഭക്ഷണം തന്നെ കഴിക്കില്ല അവര്. അപ്പം നമുക്ക് ഇതിൽ എന്തെങ്കിലും ഒരു തീരുമാനം ആയില്ലെങ്കിൽ ഞങ്ങൾ ഇറങ്ങും, ഇത് നിർത്തിക്കും. ഇതോടെ തന്നെ അവസാനിക്കണം. ഇനി ഈ പരിപാടി ഇവിടെ പോകരുത്. പോലീസിൽ അറിയിച്ച് പോലീസ് വരും, റിട്ടേൺ പോകും. സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് നമ്മളത് പറഞ്ഞാൽ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ആരും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വന്ന് ചീത്ത പറയും, അനാവശ്യം പറയും. വീട്ടിൽ കയറിയാറെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അതിനതല്ല, എന്തായാലും വരും. അങ്ങനെ സംഭവം അവിടെ വണ്ടി നിർത്തിയിട്ട് അങ്ങനെ അടുത്ത വീട്ടിലേക്ക് പ്രശ്നം ഉണ്ടായതാണ്. ഒരുപാട് തവണ ഇവിടെ ബൈക്ക് ജയിലിലടക്കുക ചെയ്തതാണ്. വീണ്ടും അവർ സ്ഥിരമായ വക്കീലുണ്ട്. ഇപ്പൊ തന്നെ അവർ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ കൊടുത്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇതിന്റെ ഇവിടുന്ന് തന്നെ ഇപ്പൊ തന്നെ അതിനുള്ള അറേഞ്ച്മെന്റ് നടന്നിട്ടുണ്ട്. ഓട്ടോറിക്ഷ ഇറങ്ങിയിട്ട് ഇവിടെ സാധനം വാങ്ങാൻ വരും, അടുത്ത വീടിന്റെ മുറത്ത് കൊണ്ടുപോയി നിർത്തും. അത് ചോദ്യം ചെയ്തപ്പോഴാണ് വന്ന് ചോദിച്ചത്, റോട്ടിലല്ലേ വണ്ടി നിർത്തുന്നത്, നിങ്ങളുടെ വീട്ടിലല്ലല്ലോ പറഞ്ഞിട്ട്. ഇത് വീടിനകത്ത് മാത്രമല്ല, പുറത്ത് പറമ്പിലൂടെ, അതുപോലെ തന്നെ കുഴിയെടുത്ത് അതിൽ മൂടിയൊക്കെ വെച്ചിരിക്കാന്നൊക്കെ ഇവിടെ ആളുകൾ പലരും പറയുന്നത്. പ്രദേശത്ത് ലഹരി പരിശോധന കർശനമാക്കിയതായി മണ്ണാർക്കാട് പോലീസ് അറിയിച്ചു. ശ്രീകൃഷ്ണപുരത്തും ലഹരിവേട്ട. മാരക മയക്കുമരുന്നായ മെത്താഫിറ്റമിനുമായി യുവാവ് പോലീസിന്റെ പിടിയിലായി. മണ്ണാർക്കാട് തെങ്കര മണ്ണടി അപ്പക്കാടൻ വീട്ടിൽ മുനീറാണ് മെത്താഫിറ്റമിനുമായി ശ്രീകൃഷ്ണപുരം പോലീസിന്റെ പിടിയിലായത്. ശ്രീകൃഷ്ണപുരം SHO അനീഷിന്റെ നേതൃത്വത്തിൽ ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും ശ്രീകൃഷ്ണപുരം പോലീസും സംയുക്തമായി തിങ്കളാഴ്ച രാത്രി നടത്തിയ വാഹന പരിശോധനയ്ക്കിടയിൽ തിരുവാഴിയോട് നിന്നാണ് യുവാവ് പിടിയിലായത്. യുവാവ് സഞ്ചരിച്ച കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു. കാറിൽ നിന്ന് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെടുത്ത സംഭവത്തിൽ യുവാവിനെ കരുവാരക്കുണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തു. ഒളിവിൽ പോയ കാറുടമ കരുവാരക്കുണ്ട് പുത്തനാഴി സ്വദേശി തെങ്ങിൻതൊടി മുഹമ്മദ് ഫൈസലിനെയാണ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ KT ശ്രീനിവാസനും സംഘവും അറസ്റ്റ് ചെയ്തത്. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം കരുവാരക്കുണ്ട് പോലീസ് നടത്തിയ പരിശോധനയിൽ 4000-ഓളം പാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയിരുന്നു. പുത്തനഴി കവലയിലെ വീടിന് സമീപം നിർത്തിയിട്ട കാറിൽ നിന്നാണ് ഇവ കണ്ടെത്തിയത്. പോലീസിനെ കണ്ട് ഒളിവിൽ പോയിരുന്ന മുഹമ്മദ് ഫൈസലിനെ ചൊവ്വാഴ്ചയാണ് കരുവാരക്കുണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തത്. കാറിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിയതിന് നേരത്തെയും ഇയാളെ കരുവാരക്കുണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ന്യൂസ് ബ്യൂറോ, കരുവാരക്കുണ്ട്. മണ്ണാർക്കാട് കോട്ടോപ്പാടത്ത് മലമാനിനെ വെടിവെച്ച് കൊന്ന സംഭവത്തിൽ വനംവകുപ്പ് കേസെടുത്തു. പ്രതികൾക്കായി തിരച്ചിൽ ഊർജിതമാക്കി വനംവകുപ്പ്. വനംവകുപ്പിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഇരട്ടവാരി പാറപ്പുറത്ത് റാഫി എന്നയാളുടെ വീട്ടിൽ സൂക്ഷിച്ച മാനിറച്ചി കണ്ടെടുത്തു. സമീപത്തെ ഉപയോഗശൂന്യമായ കിണറിൽ നിന്ന് മലമാനിന്റെ തല, കൈക്കാലുകൾ, തോൽ തുടങ്ങിയ ശരീരാവശിഷ്ടങ്ങളും കണ്ടെത്തി. പ്രതിയായ അമ്പലപ്പാറ ഇരട്ടവാരി പാറപ്പുറത്ത് റാഫിയും കൂട്ടാളികളും ഒളിവിലാണ്. ഇവർക്കായി വനംവകുപ്പ് തിരച്ചിൽ ഊർജിതമാക്കി. മാനിന് 3 വയസ്സ് പ്രായമുള്ളതായി വനംവകുപ്പ് പറഞ്ഞു. തിരുവിഴാംകുന്ന് ഫോറസ്റ്റ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ
കെ സുനിൽകുമാർ, ഫോറസ്റ്റ് ഓഫീസർമാരായ എം ജെയ്സൺ, സി സുരേഷ് ബാബു, വി ആർ അമ്പിളി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം 1 ലക്ഷം രൂപ വിനിയോഗിച്ച നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായി മിച്ചം വന്ന സിമന്റ് കട്ടകൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥലത്ത് കൊണ്ടുവന്നിട്ടത് അഴിമതിയുടെ ഭാഗമെന്ന് കോൺഗ്രസ്. ഗ്രാമപഞ്ചായത്തിൽ സകല മേഖലകളിലും അഴിമതിയാണ് നടക്കുന്നതെന്നും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആരോപിച്ചു. എന്നാൽ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് വൈസ് പ്രസിഡന്റ്. തന്നിഷ്ടപ്രകാരമുള്ള ഭരണമാണ് പഞ്ചായത്തിൽ നടക്കുന്നത്. വികസന പ്രവർത്തനങ്ങൾ സ്വന്തം അണികൾക്കും അനുഭാവികൾക്കും കഴിഞ്ഞ് മിച്ചം വരുന്നത് പൊതുജനങ്ങൾക്ക് മതി എന്ന നിലപാടാണ് ഭരണസമിതി കൈക്കൊള്ളുന്നതെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്തിറങ്ങുമെന്ന് മണ്ഡലം പ്രസിഡന്റ് ഭാസ്കരൻ ചിങ്ങനഴി, വി എം കൃഷ്ണൻ, പാലംകുഴി മണികണ്ഠൻ, വിനോജ് രാമൻ എന്നിവർ പറഞ്ഞു. മുൻകാലങ്ങളിൽ തുടങ്ങി വെച്ചതിൻ്റെ തുടർച്ചയായി കാലാവധി അവസാനിപ്പിക്കുമ്പോഴും വലിയ തോതിലുള്ള അഴിമതിയാണ് ഇവിടെ നടക്കുന്നത്. ഈ ഇൻ്റർലോക്ക് ടൈൽസ് വിരിച്ച ഇത് എടുത്തു മാറ്റി വീണ്ടും പുതിയ ടൈൽസ് അതേ പ്രദേശത്ത് വിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ടൈൽസിന് നേരത്തെ ഉണ്ടായിരുന്ന ടൈൽസിന് യാതൊരു കേടുമില്ലെന്ന് ഇവിടെ കണ്ടാലറിയാം. അത് പൊട്ടിയിട്ടോ കേടുവന്നിട്ടുമില്ല. ചില 1-2 ഭാഗങ്ങളിൽ ചെറുതായി താഴ്ച വന്നത് അവിടെ റിപ്പയർ ചെയ്യുന്നതിന് പകരമായി ആ നല്ല ടൈൽസുകളെല്ലാം എടുത്തു മാറ്റി വീണ്ടും ഫണ്ട് ഉപയോഗിച്ച് അവിടെ ടൈൽസ് ഇടുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. എത്രയോ പ്രദേശത്ത് SC കോളനി ഭാഗങ്ങളിലേക്കുമുള്ള റോഡുകളെല്ലാം സഞ്ചാരയോഗ്യമല്ലാതെ കിടക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഇത്തരത്തിലുള്ള പണികൾ ഇവിടെ നടത്തുന്നത് എന്നും കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പാർട്ടിയാണ് മറ്റൊരു വഴി. ചിലർക്കെതിരെ നടപടിയെടുക്കുന്നു, അഴിമതിക്കെതിരെയാണ് നടപടിയെടുത്തിട്ടുള്ളത്. അവർ ചില ആളുകളെ ഒരു സ്ഥാപനത്തിൽ നിന്ന് അഴിമതിക്ക് പിടിക്കപ്പെട്ട് ഏതാനും ദിവസം കഴിയുമ്പോൾ CPM നിയന്ത്രിക്കുന്ന അടുത്തൊരു സ്ഥാപനത്തിൽ അവർക്ക് തൊഴിൽ. ഈ രീതിയിലാണ് പ്രവർത്തനങ്ങൾ എല്ലാ തരത്തിലും മുന്നോട്ട് പോകുന്നത്. ഇത് തടയാനും നിർത്താനും പാർട്ടിയോ ഭരണസമിതിയോ തയ്യാറായില്ലെങ്കിൽ കോൺഗ്രസിനെതിരെ ശക്തമായ പ്രതിഷേധവും ജനകീയ പ്രതിഷേധവുമായി രംഗത്ത് വരും മാത്രമാണ് ഇക്കാര്യത്തിൽ സൂചിപ്പിക്കാറുള്ളത്. എന്നാൽ പ്രതിപക്ഷത്തിന്റെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും സിമന്റ് കട്ടകൾ റോഡരികിൽ കിടന്ന് നശിക്കാതിരിക്കാൻ വേണ്ടി മാറ്റിയിട്ടതാണെന്നും ഏതു സമയവും അത് കൊണ്ടുപോകാൻ സന്നദ്ധമാണ് എന്നും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം സുകുമാരൻ പറഞ്ഞു. നമ്മളതിനെ വെച്ചത് അവിടെ കട്ടകൾ ഇളകിയിട്ട് അവിടെ ഒരു മോട്ടോർ സൈക്കിൾ ആക്സിഡൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയുണ്ടായി. വണ്ടികൾ തെന്നിപ്പോവുക അങ്ങനെയുള്ള ചില സന്ദർഭങ്ങളുണ്ടായപ്പോൾ ആ കട്ട മാറ്റി ഒന്ന് വൃത്തിയാക്കി വെക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ കുറച്ച് ദൂരം പൊളിക്കുകയുണ്ടായി. പൊളിച്ച് ആ കട്ടകളൊക്കെ വിരിച്ച് നല്ല ഭംഗിയാക്കി വീണ്ടും ഇളകാത്ത രീതിയിൽ ഇളകുന്ന കട്ടകളൊക്കെ എടുത്ത് ഇളകാത്ത രീതിയിൽ അത് വൃത്തിയാക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് അവിടെ കുറച്ച് കട്ട ബാലൻസ് വന്നു. ആ ബാലൻസ് കട്ട എടുത്ത് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ അതവിടെ ഇരുന്നാൽ അതൊരു ബുദ്ധിമുട്ടാവും, അത് ഗ്രൗണ്ടിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രൗണ്ടിലേക്ക് മാറ്റി വയ്ക്കാൻ പറ്റില്ല. അതിപ്പോൾ അവരൊരു സ്കൂളിൻ്റെ ഒരു ഗ്രൗണ്ടാവുകൊണ്ട് അത് എൻ്റെ വീടിൻ്റെ മുന്നിലേക്ക് പകലാണ്, രാത്രിയല്ല, പകൽ നമ്മുടെ യൂണിയൻകാരെ കൂട്ടി ഒരു വണ്ടി വിളിച്ച് അത് കട്ട മാറ്റി വയ്ക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. ആ മാറ്റിവെച്ച കട്ട ഏത് സമയവും പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ചെയ്യുന്ന ഏത് തീരുമാനവും അത് നടപ്പിലാക്കേണ്ടതുണ്ട്. ആ കട്ട ചിലപ്പോൾ അവിടുന്ന് മാറ്റി കൊണ്ടുപോകേണ്ടതുണ്ട്. അത് തൽക്കാലം ഇപ്പോൾ കട്ട ഒന്ന് മാറ്റി വെച്ചു. കാര്യമറിയാത്ത രാഷ്ട്രീയ പാർട്ടിക്കാരും കാണാം. ഇതെവിടേക്കും കൊണ്ടുപോയിട്ടില്ല, ഒരു മിറ്റത്തും പതിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ആ കട്ട അങ്ങനെ കൊണ്ടുപോയിട്ട് അവിടെ അടുക്കി വെച്ചിട്ടുള്ളൂ. ഏത് സമയവും അത് മാറ്റാം, പറയുന്ന രീതിയിൽ അത് ചെയ്യാം. അപ്പോൾ അത്തരത്തിലുള്ള കുറേ സമീപനങ്ങൾ ഇവരുടെ ഭാഗത്തു നിന്നും വല്ലാതെ അധിക്ഷേപങ്ങളായിട്ട് നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് ആർക്കായാലും പരിശോധിക്കാം. പരിശോധിച്ച് നിങ്ങൾക്ക് അതിൻ്റെ പൂർണ്ണ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കും. പ്രതിപക്ഷത്തിന്റെ അഴിമതി ആരോപണങ്ങൾ കേട്ടാൽ ചിരിവരുന്ന കാര്യങ്ങളാണെന്നും വൈസ് പ്രസിഡന്റ് പറഞ്ഞു. പഞ്ചായത്തിലെ ഉണ്ണികൃഷ്ണൻ മന്തത്ത് പള്ളിയാൽ എന്നവർക്ക് PMKSY പദ്ധതി പ്രകാരം വീട് അനുവദിച്ചിരുന്നു. വീട് അനുവദിച്ചതിനു ശേഷം പ്രസ്തുത വ്യക്തി മരിക്കുകയും ആ വീട് വാസയോഗ്യമായ വീടല്ലാത്തതിൻ്റെ പേരിൽ മകന് നൽകുകയും ചെയ്തു. അതിനെ അഴിമതി എന്ന പേരിൽ പ്രതിപക്ഷം ഉന്നയിക്കുകയാണ്. യാതൊരു തെളിവുകളും പൊതുജനങ്ങൾക്ക് മുന്നിൽ കാണിക്കാനില്ലാതെ എല്ലാത്തിലും അഴിമതിയെന്ന് തികച്ചും പരിഹാസ്യമായ നിലപാടാണ് പ്രതിപക്ഷത്തിൻ്റെതെന്നും വൈസ് പ്രസിഡന്റ് പറഞ്ഞു. ഇലക്ഷൻ്റെ തൊട്ട് മുമ്പ് അവിടെ ഹൈസ്കൂൾ ഗ്രൗണ്ടിൻ്റെ അവിടെ തന്നെ ഉണ്ണികൃഷ്ണൻ മന്നത്ത് പള്ളിയിൽ എന്ന ഒരാൾക്ക് IAY പദ്ധതി പ്രകാരം PMAY പദ്ധതി പ്രകാരം ഒരു വീട് പാസ്സായി. ആ വീട് പാസ്സായപ്പോൾ ആ വീട് പാസ്സായതിന് ശേഷം ഈ വീട് പാസ്സായ ആൾ മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മകന് വേണ്ടിയിട്ട് ആ വീട് കൊടുക്കുകയുണ്ടായി. കാരണം മകൻ്റെ വീട് പൊളിഞ്ഞു പോയപ്പോൾ മകൻ്റെ പേരിൽ നിലവിൽ വീടില്ലാത്തതിൻ്റെ പേരിൽ ആ വീട് അനുവദിക്കുകയും ആ വീട് അവിടെ വേറെ പുതിയതായി കയറ്റുകയും ചെയ്തു. സാധാരണക്കാരാ പാവങ്ങളാണ്. അതുപോലും ഇവർ ഒരു
അഴിമതി ഭരണമായിട്ട് കണക്കാക്കി. ഭയങ്കര തമാശയാണ് ഇവരുടെ കാര്യം. കാരണം എല്ലാം അഴിമതിയാണ്. അഴിമതി നടത്തുമ്പോൾ ആ അഴിമതിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു രേഖ ഹാജരാക്കാൻ ജനങ്ങൾക്ക് അതറിയുന്നതിന് വേണ്ടിയിട്ടൊരു ബാധ്യത ജനങ്ങൾക്കുണ്ട്. അപ്പോൾ പറയുന്നത് പ്രവർത്തിക്കുന്നതും എല്ലാം മനുഷ്യരിപ്പോൾ തെരഞ്ഞെടുപ്പ് കാലഘട്ടമായി അപ്പോൾ ഓരോന്നും പറഞ്ഞ് ഇറങ്ങുകയാണ്. ഇപ്പോൾ അഴിമതി ഭരണമാണെന്ന്. എന്ത് അഴിമതിയാണ് നടത്തിയെന്ന് നമ്മൾ ഏത് പരിപാടികളും ഒരു സത്യസന്ധമായി ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അതിൻ്റെ കാര്യങ്ങളും സത്യസന്ധമായിരിക്കണം. എന്ത് അഴിമതിയാണ് നടത്തിയിട്ടുള്ളത്, ഏത് രീതിയിലാണ് അഴിമതി, ആ ഒരു കാര്യങ്ങളും കൂടി ഈ രാഷ്ട്രീയ പാർട്ടിക്കാർ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം എന്നുകൂടി പറയുകയാണ്. അതേസമയം വാഹനങ്ങൾ പോകുമ്പോൾ കേടുവന്നിട്ടുള്ള കട്ടകൾ മാത്രമാണ് മാറ്റുന്നതെന്നും പൊട്ടാത്ത കട്ടകൾ സ്റ്റോക്കിൽ ഉൾപ്പെടുത്തി പഞ്ചായത്തിലെത്തിക്കണമെന്ന് കോൺട്രാക്ടർക്ക് നിർദ്ദേശം നൽകിയതായും സെക്രട്ടറി എസ് സജി മാധ്യമങ്ങളോട് പറഞ്ഞു. SC ഫണ്ട് ഉപയോഗിച്ച് ആ വാർഡിലെ SC കോളനിയിലേക്കുള്ള റോഡിലേക്ക് മെമ്പർ വെച്ച ഫണ്ടാണ് ഇതെന്നും സെക്രട്ടറി പറഞ്ഞു. പരാതി ലഭിക്കുകയാണെങ്കിൽ അന്വേഷണം നടത്തുമെന്നും സെക്രട്ടറി അറിയിച്ചു. അവർ പറഞ്ഞതനുസരിച്ച് അവിടെ കേട് വന്നിട്ടില്ലാത്ത ഭാഗം കൂടി, പൊട്ടി നാശമായിട്ടില്ലാത്ത റോഡിൻ്റെ ഭാഗങ്ങൾ കൂടി ഇപ്പോഴത്തെ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തി പണിയെടുപ്പിക്കുന്നു എന്നും കേടല്ലാത്ത ടൈൽസിൻ്റെ കട്ടകൾ പഞ്ചായത്തിലേക്ക് കൊണ്ടുവരാതെ അത് വ്യക്തിപരമായ ഒരു ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കൊണ്ടുപോയിട്ടെന്നുള്ള ഒരു ആരോപണം ഉണ്ടായിട്ടുണ്ട്. അത് AEയുമായി സംസാരിച്ചപ്പോൾ തീർച്ചയായിട്ടും അത് സ്റ്റോക്കിൽ എടുത്ത് ഇളക്കി മാറ്റിയ കല്ലുകൾ സ്റ്റോക്കിലെടുത്ത് പഞ്ചായത്തിൽ എത്തിക്കണമെന്ന് കൺസേൺഡ് കോൺട്രാക്ടറെ അറിയിച്ചിട്ടുള്ളതാണെന്നും, കൂടാതെ റോഡ് പണിയിൽ അപാകതയില്ല, അവിടെ പൊട്ടിയ കല്ലുകളാണ് മാറ്റുന്നത്, വാഹനം പോകുമ്പോൾ രണ്ട് സൈഡിലേക്ക് താഴ്ന്ന് പൊട്ടിയിട്ടുള്ള കല്ലുകളാണ് മാറ്റുന്നതെന്നും ആണ് AE പറഞ്ഞിട്ടുള്ളത്. കൂടാതെ ഈ റോഡ് പ്രവൃത്തി വെച്ചത് SC കോളനിയിലേക്കുള്ള ഫണ്ട് ഉപയോഗിച്ച് ആ വാർഡ് മെമ്പർ ആ വാർഡിലേക്ക് വെച്ചൊരു പ്രവൃത്തിയാണ്. AEയെ സംബന്ധിച്ചിടത്തോളം ഏൽപ്പിച്ചു കൊടുത്ത ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തി നല്ല രീതിയിൽ പൂർത്തീകരിക്കുക എന്നുള്ളത് മാത്രമാണ് AEയുടെ ഭാഗത്ത് നിന്ന് ചെയ്യാനുള്ളത് എന്നുമാണ് അറിയിച്ചിട്ടുള്ളത്. അവിടെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പരാതിയായിട്ട് റിട്ടേൺ കംപ്ലൈൻ്റ് ആയിട്ടൊന്നും പഞ്ചായത്തിന് തന്നിട്ടില്ല. ഒരു പരാതി ഉന്നയിച്ചിട്ടേ ഉള്ളൂ. ആ കാര്യങ്ങൾക്കുള്ള ഒരു പരാതി ഉന്നയിക്കുകയാണെങ്കിൽ അത് എന്താണ് എന്നുള്ള രീതിയിൽ അന്വേഷിക്കുന്നത്. പെരിന്തൽമണ്ണ നഗരത്തിൽ തകർന്നു കിടക്കുന്ന മാനത്തുമംഗലം ബൈപ്പാസ് ജംഗ്ഷൻ താൽക്കാലികമായി ഗതാഗത യോഗ്യമാക്കും. നിലമ്പൂർ പെരുമ്പലാവ് സംസ്ഥാന പാതയുടെ ഭാഗമായുള്ള റോഡ് പണി സ്തംഭിച്ചതോടെ പഴയ കരാറുകാരനെ ഒഴിവാക്കിയിരുന്നു. ഈ സാഹചര്യത്തിൽ പ്രവൃത്തികൾ നീളുമെന്നത് കണക്കെടുത്ത് തകർന്നു കിടക്കുന്ന ജംഗ്ഷൻ ഭാഗത്ത് താൽക്കാലികമായി ഗതാഗത യോഗ്യമാക്കാൻ ബന്ധപ്പെട്ടവരുടെ യോഗത്തിൽ തീരുമാനിക്കുകയായിരുന്നു. നിലമ്പൂർ പെരുമ്പലാവ് സംസ്ഥാന പാതയുടെ ഭാഗമായ പുലാമന്തോൾ മേലാറ്റൂർ റോഡിൽപ്പെടുന്ന പെരിന്തൽമണ്ണ നഗരത്തിലെ മാനത്തുമംഗലം ബൈപ്പാസ് ജംഗ്ഷൻ പാടെ തകർന്നു കിടക്കുകയാണ്. പ്രവൃത്തികൾ സ്തംഭിച്ചതോടെ നിലവിലെ കരാറുകാരനെ ഒഴിവാക്കിയിരുന്നു. പുതിയ കരാർ പ്രകാരം എസ്റ്റിമേറ്റ് തയ്യാറാക്കി ടെൻഡർ നടപടികൾ സ്വീകരിക്കണം. ഇത് പൂർത്തിയാക്കി പ്രവൃത്തികൾ ആരംഭിക്കാൻ സമയമെടുക്കുമെന്നതിനാൽ തകർന്നുകിടക്കുന്ന ബൈപ്പാസ് ജംഗ്ഷൻ ഭാഗം വേഗത്തിൽ അറ്റകുറ്റപ്പണി നടത്തി ഗതാഗത യോഗ്യമാക്കാൻ കഴിഞ്ഞ ദിവസം ചേർന്ന ബന്ധപ്പെട്ടവരുടെ യോഗം തീരുമാനിച്ചു. ടെക്നിക്കൽ റിപ്പോർട്ട് ലഭിച്ചാൽ അടുത്ത ദിവസം തന്നെ പ്രവൃത്തികൾ ആരംഭിക്കുമെന്ന് KSTP അധികൃതർ അറിയിച്ചു. മുണ്ടത്ത് പാലത്തിന്റെ ഭാഗവും ബൈപ്പാസ് ജംഗ്ഷന്റെ ഭാഗവും നവീകരിക്കുന്നതോടെ യാത്രക്കാർ അനുഭവിക്കുന്ന ദുരിതത്തിന് പരിഹാരമാകും. ഇടവേള. വാർത്തകൾ തുടരുന്നു. ഭവനരഹിതരില്ലാത്ത ബ്ലോക്ക് പഞ്ചായത്ത് പ്രഖ്യാപനവുമായി പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പുതിയ ബജറ്റ്. ഇതോടൊപ്പം ആരോഗ്യ മേഖലയ്ക്കും പട്ടികജാതി ക്ഷേമത്തിനും ബജറ്റിൽ ഊന്നൽ നൽകുന്നു. 36.97 കോടി വരവും 36.85 കോടി ചെലവും കണക്കാക്കിയിട്ടുള്ളതാണ് പുതിയ ബജറ്റ്. ഭവനരഹിതരില്ലാത്ത ബ്ലോക്ക് പഞ്ചായത്ത് പ്രഖ്യാപനവുമായി പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2025-2026 വാർഷിക ബജറ്റ്. PMAY ആവാസ് യോജന പദ്ധതി പ്രകാരം അർഹതപ്പെട്ട മുഴുവൻ പേർക്കും വീട് നൽകുമെന്ന പ്രഖ്യാപനമാണ് വൈസ് പ്രസിഡന്റ് KA റഷീദ് അവതരിപ്പിച്ച 2025-2026 വാർഷിക ബജറ്റിൽ നടത്തിയിട്ടുള്ളത്. ഇതിനായി 4 കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ജനറൽ SC വിഭാഗത്തിൽ ലൈഫ് ഭവന പദ്ധതിക്ക് 1.25 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. ആരോഗ്യ മേഖലയ്ക്കും പട്ടികജാതി ക്ഷേമത്തിനും കൂടി ബജറ്റിൽ ഊന്നൽ നൽകുന്നു. എല്ലാവരുടെയും സ്വപ്നമാണ്. ഭവനരഹിതരില്ലാത്ത ബ്ലോക്ക് പഞ്ചായത്തിന്റെ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിലാണ് നമ്മൾ. കിട്ടാവുന്ന മേഖലകളിൽ നിന്നെല്ലാം ഫണ്ടുകൾ തരപ്പെടുത്തി വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുകയാണ്. ത്രിതല പഞ്ചായത്തുകളുടെയും സംസ്ഥാന സർക്കാരുകളുടെയും പിന്തുണ നമുക്കൊപ്പം ഉണ്ടാകണം. PMAY ആവാസ് പ്ലസ് ഗുണഭോക്തൃ ലിസ്റ്റിൽ അവശേഷിക്കുന്ന അർഹരായ മുഴുവൻ പേർക്കും വീട് നൽകും. PMAY ആവാസ് പ്ലസ് ലൈഫ് ഭവന പദ്ധതികൾക്കായി 4 കോടി രൂപ വകയിരുത്തുന്നു. ആരോഗ്യ മേഖലയ്ക്ക് ബ്ലോക്ക് പഞ്ചായത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകുന്നു.
ആശുപത്രിയിലെ മരുന്ന് വിതരണത്തിന് 1/2 കോടി രൂപ വകയിരുത്തുന്നു. ആശുപത്രിയിലെ അടിസ്ഥാന പശ്ചാത്തല വികസനത്തിന് 1 കോടി രൂപയും ഫർണിച്ചർ വാങ്ങൽ, കമ്പ്യൂട്ടർ വൽക്കരണം, വിപുലപ്പെടുത്തൽ എന്നിവയ്ക്കായി 25 ലക്ഷം രൂപയും വകയിരുത്തുന്നു. 36.97 കോടി വരവും 36.85 കോടി ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റിൽ 12 ലക്ഷം രൂപ മിച്ചം പ്രതീക്ഷിക്കുന്നു. പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് കെട്ടിടം നിർമ്മിക്കുന്നതിന് 1.5 കോടി, എക്സ്റേ യൂണിറ്റ് പൂർത്തീകരണത്തിന് 50 ലക്ഷം രൂപ, ആശുപത്രി നവീകരണ പ്രവർത്തനങ്ങൾക്ക് 75 ലക്ഷം, മരുന്നുകൾ വാങ്ങുന്നതിന് 50 ലക്ഷം രൂപ ഉൾപ്പെടെ ആരോഗ്യമേഖലയ്ക്ക് 3.25 കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത്. ഗ്രാമീണ കുടിവെള്ള പദ്ധതികളുടെ സംരക്ഷണത്തിനും പരമ്പരാഗത ജലസ്രോതസ്സുകളുടെ വീണ്ടെടുപ്പിനുമായി 50 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. കാർഷിക മേഖലയിലെ വിവിധ ആനുകൂല്യങ്ങൾക്ക് 50 ലക്ഷം രൂപയും വിവിധ പദ്ധതികളുടെ സംരക്ഷണത്തിന് 50 ലക്ഷം രൂപയും വകയിരുത്തി. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രമായി വീട് നിർമ്മിക്കുന്നതിന് 1 കോടി രൂപയും വനിതകൾക്ക് തൊഴിൽ സംരംഭം തുടങ്ങുന്നതിന് 30 ലക്ഷം രൂപയും പട്ടികജാതി കേന്ദ്രങ്ങളിലെ പശ്ചാത്തല സൗകര്യ വികസനത്തിന് 1.5 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ തസ്നീമ ഇസ്മായിൽ, PP ഉണ്ണികൃഷ്ണൻ, ഷൈമ ഉണ്ണികൃഷ്ണൻ, അംഗങ്ങളായ സജിത വിനോദ്, K സരിത, MK മുഹമ്മദ്, PK ബഷീർ മാസ്റ്റർ, ഷഫീന ഷുക്കൂർ, P പ്രസന്ന, V സൈദാലി, PT മുഹമ്മദ് കുട്ടി, PTM ഫിറോസ്, സെക്രട്ടറി KP സുപ്രഭ, വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ V രമണി, A ആനന്ദവല്ലി, T ഉണ്ണികൃഷ്ണൻ, PK രതി, MK ബേബി ഗിരിജ എന്നിവർ സംസാരിച്ചു. കഴിഞ്ഞ വർഷത്തെ ബജറ്റിന്റെ തനിയാവർത്തനമാണ് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അവതരിപ്പിച്ച പുതിയ ബജറ്റെന്ന് പ്രതിപക്ഷമായ CPM അംഗങ്ങൾ ആരോപിച്ചു. പല മേഖലയ്ക്കും ആവശ്യമായ ഫണ്ട് അനുവദിച്ചിട്ടില്ലെന്നും ഇവർ കുറ്റപ്പെടുത്തി. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് അവതരിപ്പിച്ച ബജറ്റ് ഇത് 24-25 ഒരു ആവർത്തനം മാത്രമല്ല നമ്മുടെ പശ്ചാത്തല മേഖലയിലെ ഗ്രാമപഞ്ചായത്തുകൾക്ക് ഊർജ്ജം നൽകേണ്ടത് ബ്ലോക്ക് പഞ്ചായത്താണ്. അപ്പോൾ അതിനാവശ്യമായ പ്രത്യേകിച്ച് ജലജീവൻ മിഷൻ നടപ്പാക്കിയതിൻ്റെ ഭാഗമായി നിരവധി റോഡുകളുടെ തകർച്ചയുണ്ട്. അപ്പോൾ അതിനൊരു മുൻഗണന നൽകേണ്ടതായിരുന്നു. അതൊന്നും മുഖവിലേക്ക് എടുക്കാത്ത രീതിയിലാണ് ഈ ബജറ്റ് അവതരണം ഉണ്ടായത്. മറ്റൊന്ന് കാർഷിക മേഖല, നമ്മുടെ നാടിൻ്റെ നട്ടല്ല കാർഷിക മേഖലയെ പാടെ അവഗണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഭാരതപ്പുഴ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ എല്ലാ പഞ്ചായത്തുകളെയും സംയോജിപ്പിച്ചുകൊണ്ട് നിരവധി പദ്ധതികൾ സംസ്ഥാന സർക്കാരും ഒക്കെ നടപ്പാക്കുമ്പോൾ അതിനെ ബ്ലോക്ക് പഞ്ചായത്ത് മുഖം തിരിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഭിന്നശേഷി ആയാലും അതുപോലെ കൊപ്പം CHC ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒരു ആശുപത്രിയാണ്. അപ്പോൾ അത് ഒരുപാട് ആളുകൾക്ക് രോഗികൾക്ക് ആശ്രയമായ ഒരു കേന്ദ്രമാണ്. അതിൻ്റെ ഒരു മുന്നോക്കത്തിനുള്ള യാതൊരു ഇടപെടലും ഈ ബജറ്റിൽ കാണാനില്ല. അങ്ങനെ പാടെ ഒരു നിരാശാജനകമായ ഒരു ബജറ്റാണ് ഇവിടെ അവതരിപ്പിച്ചത് എന്ന. ഉത്സവാഘോഷത്തിനിടയിൽ എയർ ഗണ്ണുമായി അഭ്യാസ പ്രകടനം നടത്തിയ യുവാവിനെ പോലീസ് കൈയോടെ പിടികൂടി. പട്ടാമ്പി തൃത്താല വേങ്ങശ്ശേരി പൂരത്തിനിടെയാണ് സംഭവം. തോക്ക് കസ്റ്റഡിയിലെടുത്ത തൃത്താല പോലീസ് ഒതളൂർ സ്വദേശിയായ യുവാവിനെ കേസെടുത്ത് വിട്ടയച്ചു. വേങ്ങശ്ശേരി ഉത്സവാഘോഷ കമ്മിറ്റിയിൽപ്പെട്ട ദിൽജിത്താണ് എയർ ഗണ്ണുമായി ഉത്സവാഘോഷത്തിൽ അഭ്യാസ പ്രകടനം നടത്തിയത്. തൃത്താല കോക്കാട് സെൻട്രൽ വച്ചാണ് യുവാവിൻ്റെ കയ്യിലുള്ള തോക്ക് പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. തുടർന്ന് എയർഗൺ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഉത്സവ പരിപാടികൾക്കിടയിൽ എയർഗൺ പ്രദർശിപ്പിച്ചതിനും എയർഗൺ അശ്രദ്ധമായി കൈകാര്യം ചെയ്തതിനുമാണ് കേസെടുത്തിരിക്കുന്നത്. എയർഗൺ പൊട്ടിയിരുന്നെങ്കിൽ പൊതുജനങ്ങളുടെ ജീവന് അപായം സംഭവിക്കുമായിരുന്നെന്നും FIR-ൽ പറയുന്നു. പെരുമ്പിലാവിൽ നിന്നാണ് യുവാവ് എയർഗൺ വാടകയ്ക്ക് എടുത്തതെന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. പെരിന്തൽമണ്ണ നഗരസഭയ്ക്ക് അംഗീകാരം. സംസ്ഥാന പരിസ്ഥിതി സംഗമത്തിലേക്ക് പെരിന്തൽമണ്ണ നഗരസഭയെ ക്ഷണിച്ചു. പൊതുസ്ഥലത്തെ ഹരിതാപമാക്കിയതിനും സംസ്ഥാനത്തെ തന്നെ ഏറ്റവും മികച്ച പച്ചത്തുരുത്ത് യാഥാർത്ഥ്യമാക്കിയതിനും വൃത്തിയും മനോഹരവുമായ നഗരം സൃഷ്ടിക്കുന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കിയതിനുമാണ് അംഗീകാരം. ഹരിത കേരള മിഷൻ ജലദിനത്തോടനുബന്ധിച്ച് മാർച്ച് 24-25 തീയതികളിലായി തിരുവനന്തപുരത്ത് നടക്കുന്ന സംഗമത്തിലേക്ക് നഗരസഭ ആരോഗ്യ വിഭാഗം ചെയർമാനെയും നഗരസഭാ സെക്രട്ടറിയെയും ക്ഷണിച്ചു. സംസ്ഥാന സർക്കാരിന്റെ മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ഹരിത വാർഡുകൾ, ഹരിത നഗരങ്ങൾ, ഹരിത സ്ഥാപനങ്ങൾ, ഹരിത വിദ്യാലയങ്ങൾ, ഹരിത കലാലയങ്ങൾ തുടങ്ങിയവ ജനകീയ പങ്കാളിത്തത്തോടെ സാധ്യമാക്കുന്നതിന് നേതൃത്വം നൽകിയ പ്രവർത്തനങ്ങൾ സംഗമത്തിൽ പങ്കുവയ്ക്കും. മികച്ച പ്രവർത്തനം നടത്തിയവരെ സംഗമത്തിൽ ആദരിക്കും. ഹരിത കേരള മിഷന്റെ ആഭിമുഖ്യത്തിൽ 2025 മാർച്ച് 24-25 തീയതികളിലായി തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിലാണ് പരിസ്ഥിതി സംഗമം നടക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ സംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ഈ സംഗമത്തിലേക്ക് ക്ഷണം കിട്ടിയത് പെരിന്തൽമണ്ണ നഗരസഭയ്ക്ക് ഏറ്റവും വലിയ അംഗീകാരമാണ്. ഇന്ത്യയിൽ തന്നെ മാതൃകയായി പെരിന്തൽമണ്ണ നഗരസഭയിൽ മികച്ച രീതിയിൽ പച്ചത്തുരുത്ത് പ്രവർത്തിക്കുന്നു.
തരിശായി കിടന്ന ഏക്കർ കണക്കിന് സ്ഥലമാണ് നഗരസഭ കൃഷിയിടമാക്കിയത്. മഴ പെയ്താൽ റോഡിലൂടെ ഒഴുകുന്ന വെള്ളവും മണ്ണും ചെളിയും കുത്തിയൊലിച്ചു വരുന്നത് വീടുകളിലേക്ക്. വല്ലപ്പുഴ കുറുവട്ടൂരിലെ ന്യൂ സിറ്റി റെയിൽവേ ലൈൻ റോഡിലാണ് പ്രശ്നം. വലിയ ദുരിതമാണ് ഇത് കാരണം നേരിടുന്നതെന്ന് ഇവിടെ താമസിക്കുന്ന കുടുംബങ്ങൾ പറയുന്നു. മഴക്കാലം തുടങ്ങിയിട്ടില്ല. വേനൽ മഴയ്ക്ക് തന്നെ റോഡിലൂടെ ഒഴുകിയെത്തിയ വെള്ളവും ചെളിയും മണ്ണുമെല്ലാം കുത്തിയൊലിച്ചെത്തിയത് വീടുകളിലേക്ക്. വല്ലപ്പുഴ പഞ്ചായത്തിലെ 8-ാം വാർഡ് കുറുവട്ടൂർ ന്യൂ സിറ്റി റെയിൽവേ ലൈൻ റോഡിലെ കുടുംബങ്ങളാണ് വലിയ ദുരിതം നേരിടുന്നത്. കുത്തിയൊലിച്ചു വരുന്ന വെള്ളത്തിന്റെ ശക്തിയിൽ റോഡിലെ മണ്ണ് മുഴുവൻ ഒലിച്ചുപോയി ചാലുകൾ രൂപപ്പെട്ട അവസ്ഥയാണ് ഇവിടെ. 150 മീറ്ററോളം വരുന്ന റോഡിന്റെ 75 മീറ്ററോളം കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി വരുന്ന ഭാഗത്താണ് പ്രശ്നം. ഒഴുകി വരുന്ന മണ്ണും മാലിന്യങ്ങളും എത്തിച്ചേരുന്നത് സമീപത്തെ വീടുകളുടെ മുറ്റത്തേക്കും അകത്തേക്കുമാണ്. എത്ര തവണ മണ്ണിട്ട് ഉയർത്തിയാലും അടുത്ത മഴയ്ക്ക് തന്നെ ഇതെല്ലാം ഒലിച്ചു പോകുന്ന അവസ്ഥയാണെന്ന് നാട്ടുകാർ പറയുന്നു. കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിൽ മണ്ണ് ഒലിച്ചു വന്ന് സമീപത്തെ ചില വീടുകളുടെ മുറ്റവും അകവുമെല്ലാം ചെളിക്കുളമായി. വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയായിരുന്നെന്ന് നാട്ടുകാർ പറയുന്നു. ഇവിടെ 2018 ലാസ്റ്റ് ഇവിടെ ഒരു വർക്ക് നടന്നിരിക്കുന്നത്. ആ റോഡിൻ്റെ അവിടെ അതിന് ബോർഡുണ്ട്. അതിനുശേഷം യാതൊരുവിധ വർക്കുകളും ഒരു കാര്യം നടന്നിട്ടില്ല. അവിടെ നിന്ന് ഇങ്ങോട്ട് 50 മീറ്റർ ദൂരത്തേക്കാണ് ഇത്രയും ഇവർ ചെയ്തിരിക്കുന്നത്, ചെയ്യാൻ ബാക്കിയുള്ളത്. അതിൻ്റെ മഴ പെയ്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ഇങ്ങോട്ടുള്ള മണ്ണും വെള്ളവും ചളിയും എല്ലാം വീടിൻ്റെ ഉള്ളിലേക്കാണ് വരുന്നത്. എനിക്ക് എൻ്റെ വണ്ടി പുറത്തേക്ക് ഇറക്കാനും കൂടി പറ്റാത്ത അവസ്ഥയിൽ ഇന്നലെ നാട്ടുകാരെല്ലാവരും കൂടി വന്നിട്ടാണ് എൻ്റെ വണ്ടി എടുത്ത് പുറത്തേക്ക് തന്നത്. ഇത് മഴ പെയ്താൽ എല്ലാ സമയത്തുള്ള അവസ്ഥകളാണ്. ഇതിൽ യാതൊരു മാറ്റം ഇന്നത്തെ വരെ സംഭവിച്ചിട്ടില്ല. പല പ്രാവശ്യം ഇവിടെ വന്ന് അളവെടുത്തിട്ടുണ്ട്, പല വാഗ്ദാനങ്ങളും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ വരെ അതൊന്നും നടപ്പാക്കാൻ ഇവരാരും തയ്യാറായിട്ടില്ല. 10-75 കൊല്ലം പഴക്കമുള്ള വീടാണിത്. ഇത്രയും ചളിയും വെള്ളം വന്നു കഴിഞ്ഞാൽ എത്ര കാലം ഇത് ഇവിടെ നിൽക്കുന്നുള്ളത് പറയാൻ പറ്റില്ല. അതാണ് ഇവിടുത്തെ അവസ്ഥ. ഈ ഭാഗത്തെ വഴി പൂർണ്ണമായി കോൺക്രീറ്റ് ചെയ്ത് പ്രശ്നം പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വരുന്ന മഴക്കാലത്തിനു മുമ്പെങ്കിലും ഇക്കാര്യത്തിൽ ഇടപെടലുണ്ടായില്ലെങ്കിൽ കുത്തിയൊലിച്ചു വരുന്ന വെള്ളപ്പാച്ചിലിൽ വീടുകൾ ഉൾപ്പെടെ തകരുമെന്നാണ് ഇവർ ആശങ്കപ്പെടുന്നത്. തുടങ്ങിയതൊന്നുമല്ല, പല പ്രാവശ്യം പലരും വരുന്നുണ്ട്. എല്ലാവരും പറയും ഇതാ ഫണ്ട് വെച്ചിട്ടുണ്ട് എന്ന് പറയാന്നല്ല, രംഗത്ത് വന്ന് പ്രവർത്തിക്കാൻ ആർക്കും തയ്യാറല്ല. അത് ഏത് ഭരണം വന്നാലും ഒക്കെ കണക്കന്നെ. ഇപ്പോൾ ഇവിടെ അവർ പറയും ഞങ്ങൾ വന്നാൽ ചെയ്യാമെന്ന് പറയും. പക്ഷേ അത് കോൺഗ്രസ് ആയാലും മാർക്സിസ്റ്റ് ആയാലും BJP ആര് വന്നിട്ടും നമുക്ക് ഇതുകൊണ്ട് ഒരു ഉപയോഗം കാണില്ല. ആ വോട്ട് സമയത്ത് 4 വർത്തമാനം പറയും, നല്ല ആളെ മയക്കും, അവിടെ കൊണ്ടുപോകും, അത് ചെയ്ത് പോകുന്നെങ്കിൽ അതോടുകൂടി കഴിഞ്ഞു. പിന്നെ ഇവിടെ യാതൊരു പ്രവർത്തനം നടക്കണില്ല. അതാണിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന സംഭവം. അതാണ് ഇനി പിന്നെ പറയാം അവർ ഇവിടെയല്ല അവിടെയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷെ ഫണ്ട് വെച്ചിട്ടുണ്ടെന്ന് പറയാമെന്നല്ലാണ്ട് പ്രായോഗികമായിട്ട് നമുക്ക് രംഗത്ത് കാണാനില്ല. ഈ പ്രദേശത്ത് താമസിക്കുന്നവർക്കുള്ളൊരു അസൗകര്യം, റോഡ് ഇന്നിപ്പോൾ എല്ലാ സ്ഥലങ്ങളും റോഡ് ടൈൽസ് ഇട്ടില്ല എന്നുള്ള രീതിയിലായുള്ളൂ. ബാക്കിയെല്ലാം ക്ലിയർ ആയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഇങ്ങനെ ഈ കാലഘട്ടത്തിൽ ഇവിടെ ഒരു 4 വീട്ടുകാർക്ക് മാത്രമായിട്ട് ഇപ്പം എൻ്റെ ചെറുപ്പകാലത്ത് ഇപ്പോൾ ഞങ്ങൾക്കുള്ളൊരു പറമ്പിലുള്ള ഉടവ് ഇതിപ്പോൾ എൻ്റെ കാരണവർ പറയുണ്ടായി, ഇതിനെ പോലെയുള്ളൊരു ഉടവ് കണ്ടിട്ടുള്ളത് ഞങ്ങൾ നടാങ്കുഴിയിലാണ്. അത് ഞങ്ങളുടെ സ്ഥലത്താണ്. ഇങ്ങനെ ഉടവ് ഊത്തിയിട്ടൊക്കെ കിടന്നാൽ എങ്ങനെ മനുഷ്യന് നടക്കാൻ കഴിയുക? കുറേ ജനങ്ങൾ ഇതേ നടന്നു പോണതാണ്, പൊതുവഴിയാണ്. ജനം കുറേ ആൾക്കാർ ഇതേ നടന്നു പോണ പൊതുവഴിയാണ്. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ ഭരണസമിതി ആയാലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നായാലും ആരാ ചെയ്യേണ്ടത് വെച്ചാൽ അവർ ചെയ്തു കൊടുത്താൽ ഉപകാരമായി. ആ നാട്ടുകാർക്കും ഇതേ നടക്കുന്ന പരിസരവാസികൾക്കും ഇവിടെ ജീവിക്കുന്ന ആൾക്കാർക്കും വീട്ടുകാർക്കും ഒക്കെ ഒരു ഉപകാരമായി. ചെയ്യേണ്ടത് അങ്ങനെയാണ് ഭരണസമിതികളൊക്കെ. ന്യൂസ് ബ്യൂറോ, ചെറുപ്പളശ്ശേരി. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ ആര്യമ്പാവ് ടൗണിൽ യാത്രക്കാരെയും ബസ്സിനെയും കാത്ത് 2 ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ. ദേശീയപാതയുടെ നവീകരണത്തിന് ശേഷം സുരക്ഷ മുൻനിർത്തി ടൗണിൽ നിന്നും അല്പം മാറി കേന്ദ്രങ്ങൾ നിർമ്മിച്ചതാണ് ഇവയെ യാത്രക്കാർ കൈയൊഴിയാൻ കാരണം. ദേശീയപാതയിലേക്ക് ചെർപ്പശ്ശേരി റോഡ് ചേരുന്ന ഭാഗമായതിനാൽ വാഹനത്തിരക്കും ആളുകളുടെ നെട്ടോട്ടവും കാരണം അപകട സാധ്യത ഏറെയാണ്. സീബ്ര ക്രോസിംഗ് ഉണ്ടെങ്കിലും അതൊന്നും എനിക്ക് ബാധകമല്ലെന്ന മട്ടിലാണ് ആളുകളുടെ നടത്തം. N. ഷംസുദ്ദീൻ MLAയുടെ 2014-15 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ദേശീയപാതയോരത്ത് കോഴിക്കോട് റോഡ് ആര്യമ്പാവിൽ ഈ കാണുന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചത്. നിർമ്മാണം പൂർത്തീകരിച്ച് ഉദ്ഘാടനം കഴിഞ്ഞതല്ലാതെ കേന്ദ്രത്തിന്റെ ഉദ്ദേശം ഇന്നുവരെ നടന്നിട്ടില്ല. അറിഞ്ഞുകൊണ്ട് ഒരു ബസ്സും ഇതിനു മുന്നിൽ നിർത്തി ആളെ കയറ്റുന്നതും ഇറക്കുന്നതും ആരും കണ്ടിട്ടില്ല. ആളുകൾ ഇപ്പോഴും നിൽക്കുന്നത് ഒറ്റപ്പാലം റോഡിനോട് ചേർന്നുള്ള കടത്തിണ്ണകളിലാണ്. വെയിലായാലും മഴയായാലും ഒരു യാത്രക്കാരും ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തെ ആശ്രയിക്കാറില്ല. സമാന സ്ഥിതി തന്നെയാണ് പാലക്കാട് റോഡിൽ നിർമ്മിച്ച കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെയും. നിലവിൽ ബസ്സുകൾ നിർത്തുന്നിടത്തു നിന്ന് ഒരുപാട് മാറിയാണ് കേന്ദ്രങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത് എന്നതാണ് ആളുകൾ ഇവയെ കൈയൊഴിയാൻ കാരണം.
ദേശീയപാതയിലേക്ക് ചെറുപ്പശ്ശേരി റോഡ് ചേരുന്ന ഭാഗമായതിനാൽ ടൗണിൽ വാഹനത്തിരക്കും ആളുകൾ റോഡ് മുറിച്ച് കടക്കുമ്പോൾ ഉണ്ടാവുന്ന അപകടങ്ങളും ഒഴിവാക്കാനാണ് കേന്ദ്രങ്ങൾ അല്പം മാറ്റി സ്ഥാപിച്ചത്. എന്നാൽ ഇതൊന്നും കാര്യമാക്കാതെ ആളുകൾ ഇപ്പോഴും ടൗണിൽ തന്നെയാണ് ബസ് കാത്തു നിൽക്കുന്നത്. ഒരു ബസ്സിൽ നിന്നിറങ്ങി മറ്റൊരു ബസ്സിലേക്ക് യാതൊരു കൂസലുമില്ലാതെ ദേശീയപാത മുറിച്ചു കടക്കുന്നത് വലിയ അപകടങ്ങൾക്കാണ് വഴിവെക്കുന്നത്. വാഹനത്തിരക്ക് മൂലം പാതയ്ക്ക് നടുവിൽ ആളുകൾ കുടുങ്ങി നിൽക്കുന്നതും കാണാം. ബന്ധപ്പെട്ട വകുപ്പുകൾ വിഷയത്തിൽ അടിയന്തരമായി ശ്രദ്ധിക്കണം. ബസ്സുകൾ കാത്തിരിപ്പ് കേന്ദ്രങ്ങൾക്ക് മുന്നിൽ മാത്രമേ നിർത്താൻ അനുവദിക്കാവൂ എന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ടൗണിൽ നിന്നും 10 മീറ്റർ മാറി സീബ്ര ക്രോസിംഗ് ഉണ്ടെങ്കിലും അതൊന്നും എനിക്ക് ബാധകമല്ലെന്ന മട്ടിലാണ് ആളുകൾ പാത മുറിച്ച് കടക്കുന്നത്. മണ്ണാർക്കാട് നഗരസഭയുടെ കീഴിൽ മുക്കണ്ണത്ത് പ്രവർത്തിക്കുന്ന വെൽനസ് സെന്ററിന് സ്വന്തം കെട്ടിടം നിർമ്മിക്കാൻ സൗജന്യമായി സ്ഥലം നൽകി നഗരസഭാ അധ്യക്ഷൻ. മുക്കണ്ണത്ത് 7 സെന്റ് സ്ഥലമാണ് നഗരസഭയ്ക്ക് നൽകിയത്. കേന്ദ്ര സർക്കാർ മണ്ണാർക്കാട് നഗരസഭയിലേക്ക് അനുവദിച്ച 2 വെൽനസ് സെന്ററുകളിൽ ഒരെണ്ണം മുക്കണ്ണത്തും മറ്റൊന്ന് നായാടിക്കുന്നിലുമാണ് പ്രവർത്തിക്കുന്നത്. 2 സെന്ററുകളും വാടക കെട്ടിടത്തിലാണ്. നഗരസഭാ അധ്യക്ഷന്റെ വാർഡായ മുക്കണ്ണത്തെ സെന്ററിന് സ്വന്തമായി കെട്ടിടം നിർമ്മിക്കാൻ ആവശ്യമായ സ്ഥലമാണ് നൽകിയത്. സ്ഥലത്തിന്റെ രേഖകൾ നഗരസഭാ അധ്യക്ഷൻ സി മുഹമ്മദ് ബഷീർ നഗരസഭാ സെക്രട്ടറി എം സതീഷ് കുമാറിന് കൈമാറി. മണ്ണാർക്കാട് നഗരം സമ്പൂർണ്ണ CCTV നിരീക്ഷണത്തിൽ. നെല്ലിപ്പുഴ പാലം മുതൽ കുന്തിപ്പുഴ പാലം വരെയുള്ള ഭാഗങ്ങളിലായി 46 ക്യാമറകളാണ് നഗരത്തിൽ സ്ഥാപിച്ചിട്ടുള്ളത്. മണ്ണാർക്കാട് നഗരത്തെ സുരക്ഷിത മേഖലയാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്ലാൻ ഫണ്ടിൽ നിന്ന് 60 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പാക്കിയത്. നഗരത്തിൽ മാലിന്യം തള്ളുന്നത് പിടികൂടുക, ട്രാഫിക് പ്രശ്നങ്ങൾ നിരീക്ഷിച്ച് നടപടി സ്വീകരിക്കുക, ലഹരി ഉപയോഗവും കൈമാറ്റവും ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾ തടയുക തുടങ്ങിയ ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. നെല്ലിപ്പുഴ പാലത്തിലും കുന്തിപ്പുഴ പാലത്തിലും വാഹനങ്ങളുടെ നമ്പർ വായിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള AI ക്യാമറകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. നഗരത്തിൽ ദേശീയപാതയിൽ റോഡുകൾ സന്ധിക്കുന്ന ഭാഗങ്ങളിലെല്ലാം ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്. നഗരത്തിലെ ക്യാമറകളുടെ ദൃശ്യങ്ങൾ മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷനിലും നഗരസഭാ ഓഫീസിലും കാണാൻ കഴിയും. നഗരത്തിനുള്ളിലെ ട്രാഫിക് നിയമലംഘനങ്ങൾ, മോഷണം, അക്രമങ്ങൾ തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ കണ്ടെത്തി നടപടി സ്വീകരിക്കാൻ ക്യാമറകൾ പോലീസിന് ഏറെ സഹായകരമാകും. പൊതുമരാമത്ത് വകുപ്പിന്റെ ഇലക്ട്രിക്കൽ വിഭാഗമാണ് ക്യാമറകൾ സ്ഥാപിച്ചത്. മണ്ണാർക്കാട് നഗരസഭ CCTVക്കുള്ളിലാക്കുകയാണ്. അതായത് അത്രയും സേഫായി മണ്ണാർക്കാട് നഗരസഭ കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഒരു 60 ലക്ഷം രൂപ ചെലവിൽ 2023-24 പദ്ധതിയിൽ പാലക്കാട് PWD ഇലക്ട്രോണിക് വിങ്ങിന് ഡിപ്പോസിറ്റ് ചെയ്യുകയും അതിൻ്റെ തുടർച്ചയായിക്കൊണ്ട് മണ്ണാർക്കാട് ടൗണിൽ 46ഓളം ക്യാമറകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. അത് നെല്ലിപ്പുഴ കുന്തിപ്പുഴ പ്രദേശത്ത് 2 ക്യാമറ, അത് AI ക്യാമറയാണ്, അത് നമ്പർ റീഡ് ചെയ്യും. അതേപോലെ തന്നെ ഇതിൻ്റെ വിഷ്വല് മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷനിൽ റൂമിൽ ഇരുന്നുകൊണ്ട് മണ്ണാർക്കാട് ഉള്ള ട്രാഫിക് ലംഘനങ്ങൾ കണ്ടെത്താൻ കഴിയും. അതോടൊപ്പം തന്നെ ക്രിമിനലുകൾ എവിടെയെങ്കിലും ക്രൈം നടത്തി മണ്ണാർക്കാട് ടൗണിലേക്ക് NH പ്രവേശിക്കുകയാണെങ്കിൽ എല്ലാ NH നിന്ന് വരുന്ന റോഡുകളിലും ക്യാമറ ഉണ്ട്, എൻട്രൻസിൽ ക്യാമറ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മണ്ണാർക്കാട് ടൗണിലേക്ക് പ്രവേശിക്കുമ്പോഴോ അല്ലെങ്കിൽ പുറത്തു പോകുമ്പോഴോ ക്യാമറയിൽ ഇത് പിടിക്കപ്പെടും. അതുകൊണ്ട് തന്നെ ക്രിമിനലുകൾ കൂടുതലായ മണ്ണാർക്കാടുള്ള ആളുകൾ ക്രിമിനൽസ് ഉണ്ടെങ്കിൽ അത് അവർ ഒഴിഞ്ഞു പോകും. എന്ത് നിയമലംഘനം നടത്തി കഴിഞ്ഞാലും പോലീസിന് അത് വളരെ പെട്ടെന്ന് കണ്ടെത്താനും നടപടിയെടുക്കാനും കഴിയും. അതുപോലെ തന്നെ ലഹരിക്കെതിരായിട്ടുള്ള ഒരു കാൽവെപ്പ് കൂടിയാണിത്. അത്തരം വ്യാപാരികളും മറ്റുള്ള ഇടപാടുകളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ CCTV ക്യാമറയിൽ കുടുങ്ങുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. മണ്ണാർക്കാടിൻ്റെ ഒരു സുരക്ഷിതത്വമായിട്ടാണ് ഇതിനെ കണ്ടത്. അതേപോലെ തന്നെ മാലിന്യ സംസ്കരണ രംഗത്ത് ആരെങ്കിലുമൊക്കെ വണ്ടിയിൽ കൊടുന്ന് ആരും കാണില്ല എന്ന് വിചാരിച്ച് വലിച്ചെറിയുകയാണെങ്കിൽ അവർ പിടിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പം അത്തരം ഒരു വലിയ ഒരു കാഴ്ചപ്പാടോട് കൂടിയാണ് മണ്ണാർക്കാട് നഗരസഭയിൽ ഇത്രയും പൈസ മുടക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു ക്യാമറ സ്ഥാപിച്ചത്. 3 ലക്ഷ്യങ്ങളാണ്. ഒന്ന് മാലിന്യ സംസ്കരണ രംഗത്തുള്ളത്, അതുപോലെ തന്നെ ലഹരിക്കെതിരായിട്ടുള്ളത്, അതുപോലെ തന്നെ ട്രാഫിക് നിയന്ത്രിക്കുന്നതിന് പോലീസിന് സുഗമമായ പ്രവർത്തനം. 2ാം ഘട്ടമായി ഉൾപ്രദേശങ്ങളിലും ക്യാമറകൾ സ്ഥാപിക്കുമെന്ന് നഗരസഭാ അധ്യക്ഷൻ സി മുഹമ്മദ് ബഷീർ പറഞ്ഞു. സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായി ഒറ്റപ്പാലം BRC വിദ്യാഭ്യാസ സെമിനാർ സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. സമഗ്ര ശിക്ഷ കേരളയുടെ സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പരിപാടിയുടെ ഭാഗമായാണ് ഒറ്റപ്പാലത്ത് സെമിനാർ നടന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. അടിസ്ഥാന പദ്ധതികളും അത് തന്നെ വിദ്യാഭ്യാസപരമായി ഏതൊക്കെ തരത്തിലുള്ള വിദ്യാഭ്യാസം കൊടുക്കണം,
ഇന്നത്തെ രംഗത്ത് ഇന്നത്തെ പ്രത്യേക തലത്തിൽ ആധുനിക സാങ്കേതിക വിദ്യയടക്കം എങ്ങനെ സാങ്കേതിക പഠന പരിപാടിയുമായി മത്സരവുമായി നമ്മളെ പദ്ധതിയുമായി വിദ്യാഭ്യാസവുമായി എങ്ങനെ നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ളൊരു കാഴ്ചപ്പാട് കൂടി ഉണ്ടാക്കുന്നതിൽ കൂടിയായിരിക്കാം നമ്മൾ ഈ ഇന്നത്തെ ഈ പരിപാടി നമ്മളുടെ ആസൂത്രണം. ഒറ്റപ്പാലം ബ്ലോക്കിന് കീഴിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മേധാവിമാർ, വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ, അധ്യാപകർ, PTA ഭാരവാഹികൾ, PRC പ്രതിനിധികൾ എന്നിവരാണ് സെമിനാറിൽ പങ്കെടുത്തത്. നഗരസഭാ ചെയർപേഴ്സൺ K. ജാനകി ദേവി അധ്യക്ഷയായി. ഒറ്റപ്പാലം AO ശാന്തകുമാരി മുഖ്യാതിഥിയായി. ഡയറ്റ് സീനിയർ ലെക്ചറർ ഡോക്ടർ VT ജയറാം, SSK ജില്ലാ പ്രോഗ്രാം ഓഫീസർ മഹേഷ് കുമാർ തുടങ്ങിയവർ വിവിധ സെക്ഷനുകളിൽ ക്ലാസ് എടുത്തു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് C. ബാബു, നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P. മായ ടീച്ചർ, ഒറ്റപ്പാലം BPC K. പ്രഭാകരൻ, BRC ട്രെയിനർ വെങ്കിടേശ്വരൻ, വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഒരു ചെറിയ ഇടവേള കൂടി. മറ്റു വാർത്തകൾ നോക്കാം. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഗ്രാമോത്സവം എന്ന പേരിൽ വനിതകളുടെയും പെൺകുട്ടികളുടെയും കലാകായിക സംഗമം സംഘടിപ്പിച്ചു. ഗായിക മീര റാംമോഹൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് കല്യാണ മണ്ഡപത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ 14 വാർഡുകളിലും സംഗമങ്ങൾ പൂർത്തീകരിച്ച ശേഷമാണ് പഞ്ചായത്ത് തല സംഗമം സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് കല്യാണ മണ്ഡപത്തിൽ വെച്ച് നടന്ന സംഗമത്തിൽ ഗാനങ്ങളും നൃത്തവും കരാട്ടെ പ്രദർശനവും ഉൾപ്പെടെയുള്ള പരിപാടികൾ അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C. രാജിക അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് M. സുകുമാരൻ, ക്ഷേമകാര്യ സ്ഥിരസമിതി ചെയർമാൻ C. ഹരിദാസൻ, പഞ്ചായത്ത് അംഗങ്ങളായ K. ലീല, K. ലിനി, M. ഉഷാകുമാരി, S. രാജശ്രീ, K. ജയശ്രീ, P. പ്രിയ, M. Q. ദ്വാരകാനാഥൻ, M. K. പ്രദീപ് എന്നിവർ സംസാരിച്ചു. വല്ലപ്പുഴയിൽ വഴിയാത്രക്കാർക്കായി DYFI നടത്തുന്ന നോമ്പുതുറ മാതൃകയാകുന്നു. ദിവസേന 100-ലധികം പേരാണ് ഈ സൗകര്യം പ്രയോജനപ്പെടുത്തുന്നത്. വല്ലപ്പുഴ റെയിൽവേ ഗേറ്റിലാണ് DYFIയുടെ നേതൃത്വത്തിൽ വഴിയാത്രക്കാർക്കായി നോമ്പുതുറ സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. നോമ്പു തുറക്കുന്ന സമയമാകുമ്പോഴേക്കും ഭക്ഷണപാനീയങ്ങളുമായി ഇവർ വഴിയരികിൽ നിലയുറപ്പിച്ചിട്ടുണ്ടാവും. DYFI സംസ്ഥാന കമ്മിറ്റി അംഗം PV രതീഷ്, ഡോക്ടർ P. സരീൻ, SFI സംസ്ഥാന കമ്മിറ്റി അംഗം മുഹമ്മദ് ഷാദുലി, പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ O. ലക്ഷ്മിക്കുട്ടി എന്നിവർ കഴിഞ്ഞ ദിവസം ഇവരോടൊപ്പം പങ്കാളികളായി. നേതാക്കളായ AK ദേവദാസ്, MPM മുസ്തഫ, അബ്ദുൽ നാസർ, KV, ശ്രുതി, വിജീഷ്, വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NK അബ്ദുൽ ലത്തീഫ്, പ്രബീൻ, സരിത്ത് മേക്കാട്ട്,
സിജാഹ്, ഹാഷിം, വിനീഷ്, അഷ്റഫ്, ഫാരിസ് മാട്ടായ എന്നിവർ നേതൃത്വം നൽകി. ദിവസേന 100-ലധികം വഴിയാത്രക്കാരാണ് ഈ നോമ്പുതുറ സൗകര്യം പ്രയോജനപ്പെടുത്തുന്നത്. 4 വർഷമായി ഡിവൈഎഫ്ഐ വല്ലപ്പുഴ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ നോമ്പുതുറ സൗകര്യം ഒരുക്കി വരുന്നുണ്ട്. നോമ്പിന്റെ പുണ്യമാസമായ റംദാനിലെ വിശ്വാസികൾക്ക് നോമ്പ് തുറക്കുന്ന സൗകര്യം ഒരുക്കിക്കൊണ്ട് വല്ലപ്പുഴയിലെ ഡിവൈഎഫ്ഐ യൂണിറ്റ് വഴിയാത്രക്കാർക്കായിട്ടുള്ള നോമ്പ് തുറക്കുന്നതിന് ആവശ്യമായ സാധന സാമഗ്രികൾ വിതരണം നടത്തുകയാണ്. 4 വർഷത്തോളമായി അവർ ഈ പ്രവർത്തനം നടത്തുന്നു. ഈ പുണ്യമാസത്തിൽ നോമ്പ് നോക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കിക്കൊണ്ട് തീർച്ചയായും ഡിവൈഎഫ്ഐ പോലുള്ള ഒരു യുവജന സംഘടന അതിൻ്റെ മഹത്വം കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തീർച്ചയായും നടത്തുന്നതിന് എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകുമെന്നതിൽ യാതൊരു തർക്കമില്ല. നമുക്കറിയാം, വയറേരിയുന്നവരുടെ രക്ഷപ്പെടാക്കുന്നതിന് വേണ്ടി ഡിവൈഎഫ്ഐ എന്നും നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ്. മലപ്പുഴയിൽ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ കഴിഞ്ഞ 3 വർഷമായി നോമ്പുതുറയുടെ സമയമായി ബന്ധപ്പെട്ടുകൊണ്ട് വഴിയാത്രക്കാർക്ക് നോമ്പുതുറയ്ക്ക് വേണ്ടുന്ന സാധന സാമഗ്രികൾ വിതരണം ചെയ്യുന്നത് ഒരു ശീലമാക്കിയിരിക്കുകയാണ്, ഒരു പതിവാക്കിയിരിക്കുകയാണ്. ഡിവൈഎഫ്ഐയെ സംബന്ധിച്ചിടത്തോളം സേവനം അതിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. അത് ഏതൊരു അവസരത്തിലും അത് കണ്ടറിഞ്ഞ് ചെയ്യാനുള്ള ചെറുപ്പക്കാരെ വളർത്തിയെടുക്കുക എന്നുള്ള ഇടതുപക്ഷത്തിന്റെ പുരോഗമന ആശയത്തിന്റെ ഒപ്പം നിന്നുകൊണ്ട് തന്നെ നോമ്പുതുറ പോലെയുള്ള ഒരു വിഷയത്തിന് ആളുകൾക്ക് അതിൻ്റെതായ അസൗകര്യം ഉണ്ടാകരുതെന്ന് കണ്ടുകൊണ്ട് 50 മുതൽ 100 വരെ കിറ്റുകൾ എല്ലാ ദിവസവും വിതരണം ചെയ്യാൻ കൂടുതൽ കുട്ടികൾ ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്ക് അത് വളർന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്നേഹവും സൗഹാർദ്ദവും ഊട്ടിയുറപ്പിച്ച ഇഫ്താർ സംഗമങ്ങൾ. പെരിന്തൽമണ്ണ ചേതന റോഡ് റെസിഡന്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. സംഗമത്തിൽ ജാതിമത ഭേദമന്യേ എല്ലാവരും ഒത്തുകൂടി. തിന്മയുടെ പ്രവണതകളിലേക്ക് മനുഷ്യർ മാറിക്കൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് സ്നേഹവും ഒരുമയും പ്രേരിപ്പിക്കുകയാണ് ഇഫ്താർ സംഗമങ്ങൾ. പെരിന്തൽമണ്ണ ചേതന റോഡ് റെസിഡൻസ് അസോസിയേഷൻ സംഘടിപ്പിച്ച ഈ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തവർക്കെല്ലാം വേറിട്ടൊരു അനുഭവമായി. ജാതി മതമില്ലാത്ത മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്, ഹിന്ദുക്കളുണ്ട്, എല്ലാവരും. അപ്പോൾ ഈ എല്ലാവരും കൂടിയുള്ള ഒരു കൂട്ടായ്മ. ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണ്. അപ്പോൾ ഈ മതേതര രാഷ്ട്രത്തിൽ നമ്മളും അതിൻ്റെ ഒരു ഭാഗമാക്കായിട്ട് നമ്മളൊരു മതേതരതായിട്ട് സംഗമങ്ങൾ നടത്തും. ഓണായാലും റംസാനായാലും ഒക്കെ ഇങ്ങനെ പാർട്ടി നടന്ന സാഹോദര്യം കൂട്ടാനും ഇന്നത്തെ ഇന്നത്തെ രാജ്യങ്ങളിൽ ഈ ജാതി നോക്കിയിട്ടാണ് അങ്ങടും വെട്ടും കൊല്ലയും എല്ലാം നടക്കുന്നത്. അതില്ലാണ്ടിരിക്കാൻ ഇങ്ങനെയുള്ള സംഗമങ്ങൾ വളരെയധികം ഉപകാരങ്ങൾ ചെയ്യുന്നു. വളരെ നല്ലൊരു കാര്യമാണത്. ചേതന റോഡ് റെസിഡൻസിൻ്റെ പല പ്രോഗ്രാമിലും ഇതേപോലെ വളരെ സജീവമായിട്ടുള്ളൊരു കൂട്ടായ്മയാണത്. ഈ ഇഫ്താർ ഇതേപോലെ വലിയൊരു കൂട്ടായ്മയാണ്. എല്ലാവരും വളരെയധികം നല്ല രീതിയിൽ സഹകരിച്ചിട്ടുണ്ട്. ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. ഇതിലൊരു എല്ലാവരും കൂടിയുള്ള ചുറ്റുവട്ടത്തുള്ള എല്ലാ അയൽപ്പക്കക്കാരും എല്ലാവരും കൂടിയിട്ടുള്ള ഈ ഒരു കൂട്ടായ്മ വളരെ ഗംഭീരമായിട്ടുണ്ട്. ഒരുപാട് സന്തോഷം ഇതിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ. റെസിഡൻസ് അസോസിയേഷനിൽപ്പെട്ട മുതിർന്നവരും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ ഇഫ്താർ സംഗമത്തിലെത്തി അവർ ഒരുമിച്ച് നോമ്പ് തുറന്നു. ഈ ഇഫ്താർ മീറ്റും കൂടിച്ചേരലും മതസൗഹാർദ്ദത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശമാണ് നൽകിയത്. പെരിന്തൽമണ്ണ ചേതന റോഡ് റെസിഡൻസ് അസോസിയേഷന്റെ കൂട്ടായ്മയുടെ ഇഫ്താർ സ്നേഹസംഗമം, കുടുംബസംഗമം ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളിവിടെ 80ഓളം വീടുകൾ ചേർന്ന ഒരു കുടുംബ കൂട്ടായ്മയാണ്. ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടി എല്ലാ കുടുംബങ്ങളും ഒത്തൊരുമയോടുകൂടി ചേർന്ന് ഇഫ്താർ കുടുംബസംഗമം, സ്നേഹസംഗമം എന്ന രീതിയിലുള്ള ഒരു ഇഫ്താർ സമൂഹ നോമ്പുതുറയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ കാലത്ത് നമുക്കറിയാം, പലരിൽ നിന്നും മൂല്യച്യുതി സംഭവിച്ച മൂല്യങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ജീവിച്ച തലമുറ ഇത് അടിയോനും ഉടയോനും ഒന്നുമില്ലാത്ത ഒരു നല്ല സ്നേഹസമ്പൂർണമായ ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥയും അയൽവാസികളും ബന്ധങ്ങളുമാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരുന്നത്. ഈ നില തുടർന്ന് നിലനിൽക്കണം.
when there is any festival, okay, non-Muslim festival, I see that other parts of India people are fighting amongst each other. They are like very much jealous and they want fight all the time. But in Kerala over here, it's not like that. All the people are staying together and they believe that all the religion over here says that there is only one God and we all have to, as a humanity base, we all have to stay together. So again, like unlike any other part of India, there is no fights over here. People are so loving and they all stay all together. They stay like this and it's awesome. ഡോക്ടർ മുഹിയുദ്ദീൻ, ഡോക്ടർ മോഹൻദാസ്, ഡോക്ടർ ജനാർദ്ദനൻ, ഡോക്ടർ രാജൻ മാത്യൂസ്, വി രവീന്ദ്രൻ, കലാമണ്ഡലം സുശീല, ഡോക്ടർ മനോജ് കുമാർ, ഡോക്ടർ ബിജി കുര്യൻ, രഞ്ജിത്ത് കീഴേപ്പാട്ട് തുടങ്ങിയ പ്രമുഖർ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തു. അവനവന്റെ ആരോഗ്യ സംരക്ഷണം കൂടി കണ്ടുകൊണ്ടുള്ള ഈ വ്രത അനുഷ്ഠാന പദ്ധതി ഓരോ ദിവസവും വിശ്വാസികൾ വളരെ ആവേശപൂർവ്വം നോറ്റുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഈ പുണ്യദിനത്തിൽ ഇതിൽ പങ്കെടുക്കാനും എല്ലാവരോടും ഒരുമിച്ച് നോമ്പുതുറയിൽ പങ്കെടുക്കാനും നമ്മളുടെ സ്നേഹവും സാഹോദര്യവും പങ്കുവെക്കാനൊക്കെ സാധിച്ച ഈ അസുലഭ നേതൃത്വത്തിന് ഇതിന് ഭാരവാഹിത്വം വഹിച്ച നമ്മുടെ ചേതന റെസിഡൻസ് അസോസിയേഷന്റെ ഭാരവാഹികളോട് വീണ്ടും അവരെ അഭിനന്ദിക്കുകയാണ്. നോമ്പുതുറ ഐക്യത്തിന്റെയും മറ്റേ സാഹോദര്യത്തിന്റെ ഒരു സന്ദേശമാണ് ലോകത്തിന് മുഴുവൻ നൽകുന്നത്. ഇത് കേരളത്തിലാണ് ഇതിങ്ങനെ നടക്കുള്ളൂ. കാരണം എന്താ, നമ്മളിവിടെ അത്രയും ഐക്യവും ഇതുള്ള ഏത് ജാതി മതക്കാരായാലും നമ്മളെല്ലാവരും ഒന്നാണ്, കേരളീയരാണ്, മനുഷ്യരാണ്, ഇന്ത്യക്കാരാണ് എന്ന ബോധം നമുക്കുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാണുകയും പ്രചരിപ്പിക്കുകയും ചെയ്യാൻ എല്ലാവരും തയ്യാറാവണം. ഇത് ചേതനയുടെ ഒരു കുടുംബ കൂട്ടായ്മയാണ്. ഈ കുടുംബങ്ങൾ എന്ന് പറയുന്നത് കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്ന എന്തോ അതാണ് കുടുംബങ്ങൾ. അതുപോലെ ഭാവിയിലും ഇതുപോലെ നല്ല കൂട്ടായ്മകൾ, നല്ല ഇമ്പമുള്ള കൂട്ടായ്മകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചേതന റോഡ് റെസിഡൻസ് അസോസിയേഷൻ കഴിയട്ടെ എന്നുള്ളത് കോർവ യൂത്ത് വിംഗ് കമ്മിറ്റിയുടെ പേരിലും സുരഭി നഗർ റെസിഡൻസ് അസോസിയേഷന്റെ പേരിലും ആശംസിക്കുന്നു. കോർവ ജില്ലാ സെക്രട്ടറിയും ചേതന റോഡ് റെസിഡൻസ് അസോസിയേഷന്റെ പ്രസിഡന്റുമായ KT ഹംസ, സെക്രട്ടറി ശശികുമാർ മാധ, ട്രഷറർ രാമചന്ദ്രൻ സരയു, ജോയിന്റ് സെക്രട്ടറി AP ഉണ്ണികൃഷ്ണൻ എന്നിവർ ഇഫ്താർ സംഗമത്തിന് നേതൃത്വം നൽകി. ഇനി ഷോർട്ട് ന്യൂസ് കാണാം. കോട്ടപ്പാടം അരിയൂർ പിഷാരിക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ പൊങ്കാല സമർപ്പണം നടന്നു. ചൊവ്വാഴ്ച രാവിലെ 8 മണിക്ക് ക്ഷേത്രം തന്ത്രി ശങ്കരനാരായണ നമ്പൂതിരി പണ്ടാര അടുപ്പിലേക്ക് തീ പകർന്നതോടെ ചടങ്ങുകൾക്ക് തുടക്കമായി. 160 പേർ പൊങ്കാല സമർപ്പിച്ചു. ശേഷം അന്നദാനവും ഉണ്ടായി. ഈസ്റ്റ് ഒറ്റപ്പാലം കോലത്തുകുന്ന് ഇഫ്താർ 2025 കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചു. ഈസ്റ്റ് സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടന്ന നോമ്പുതുറയിൽ 1500-ലധികം പേർ പങ്കെടുത്തു. ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ K ജാനകി ദേവി, വൈസ് ചെയർമാൻ K രാജേഷ്, സ്ഥിരം സമിതി അധ്യക്ഷരായ സുനീറ മുജീബ്, ഫൗസിയ ഹനീഫ, NK കൃഷ്ണൻകുട്ടി, മുജീബ് കൊയ്യാസ്, നിയാസ്, നവീന സുധീർ, നാസർ, അജീഷ്, അനീഫ, വിശാഖൻ, നിഷാദ്, ആഷിഖ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഒറ്റപ്പാലത്ത് ശിവസേന ജില്ലാ സെക്രട്ടറിയെ കുത്തിപ്പരിക്കേൽപ്പിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ. കാരമ്പാറ സ്വദേശി ഫൈസലാണ് അറസ്റ്റിലായത്. അക്രമത്തിന് പിന്നിൽ വ്യക്തിപരമായ പ്രശ്നങ്ങളെന്ന് പോലീസ്. മുതുകിലും വാരിയെല്ലിനും കുത്തേറ്റ വിവേക് ചികിത്സയിൽ. മണ്ണാർക്കാട് തെങ്കരയിൽ വൻ കഞ്ചാവ് വേട്ട. വീട്ടിൽ സൂക്ഷിച്ച 6.5 കിലോ കഞ്ചാവ് പോലീസ് പിടികൂടി. വീട്ടുടമയായ സ്ത്രീ അറസ്റ്റിൽ. ശ്രീകൃഷ്ണപുരത്ത് ലഹരി മരുന്നായ മെത്താഫിറ്റമിനുമായി യുവാവ് പോലീസ് പിടികൂടി. ഒറ്റപ്പാലം ലക്കിടി കൂട്ടുപാതയിൽ ജീപ്പും സ്കൂട്ടറും കൂട്ടിയിടിച്ച് കോളേജ് അധ്യാപകൻ മരിച്ചു. നെഹ്റു കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ അക്ഷയ് R മേനോനാണ് മരിച്ചത്. പെരിന്തൽമണ്ണ നഗരത്തിൽ തകർന്നു കിടക്കുന്ന മാനത്തുമംഗലം ബൈപ്പാസ് ജംഗ്ഷൻ താൽക്കാലികമായി ഗതാഗത യോഗ്യമാക്കും. തീരുമാനം സംസ്ഥാന പാതയുടെ ഭാഗമായുള്ള പ്രവൃത്തി സ്തംഭിച്ചതോടെ. പ്രവൃത്തികൾ അടുത്ത ദിവസം തന്നെ ആരംഭിക്കുമെന്ന് KSTP അധികൃതർ.
ഭവനരഹിതരില്ലാത്ത ബ്ലോക്ക് പഞ്ചായത്ത് പ്രഖ്യാപനവുമായി പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പുതിയ ബജറ്റ്. ആരോഗ്യമേഖലയ്ക്കും ബജറ്റിൽ ഊന്നൽ. 36.97 കോടിയുടേതാണ് പുതിയ ബജറ്റ്. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ വിവിധ പദ്ധതികളുമായി ബന്ധപ്പെട്ട് അഴിമതി ആരോപണവുമായി കോൺഗ്രസ്. പഞ്ചായത്തിൽ തന്നിഷ്ടപ്രകാരമുള്ള ഭരണമെന്ന നേതാവ്. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്നും യാതൊരു തെളിവുകളുമില്ലാത്ത ആരോപണങ്ങൾ പരിഹാസ്യമെന്നും വൈസ് പ്രസിഡന്റ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.